കഴിഞ്ഞ 12 വർഷക്കാലമായി കുമ്പനാട് കടപ്രയിൽ പ്രവർത്തിക്കുന്ന ബിറ്റുമിൻ പ്ലാന്റിൽ നിന്നും പുറത്തുവരുന്ന മാലിന്യം കാരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്ലാന്റിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി. പ്ലക്കാർഡ് ഉയർത്തി കുട്ടികളോടൊപ്പം നിരവധി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചാണ് മാർച്ചിൽ പങ്കെടുത്തത്. ജനകീയ പ്രതിരോധ സമിതി ചെയർമാൻ ബിജു കുഴിയടത്തിൽ നേതൃത്വം നൽകിയ മാർച്ചിൽ വികാരിമാരായ ഫാദർ വില്യം എബ്രഹാം, ജോയി മാത്യു, ഡോക്ടർ ടി.ജെ. ജോൺ, ഭാരവാഹികളായ ജെയിംസ് കെ, സി.ടി. തോമസ്, അഡ്വക്കേറ്റ് ജിസ്ലി സാജൻ, രാജ്കുമാർ എന്നിവർ പ്രസംഗിച്ചു. അതേസമയം സർക്കാരിന്റെ എല്ലാവിധ പരിശോധനയും പൂർത്തിയാക്കി നിലവിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒപ്പം കോയിപ്രം പഞ്ചായത്തിന്റെ അനുമതിയോടെയും പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നത് വ്യക്തി താൽപര്യമാണെന്ന് പ്ലാന്റിന്റെ ഉടമയായ പ്രസാദ് മാത്യു കുറ്റിക്കാട്ടിൽ പറഞ്ഞു. 2012-13 കമ്പ്യൂട്ടറൈസ്ഡ് ബിറ്റുമിൻ മിക്സിംഗ് പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചത്. ഗവൺമെന്റിന്റെ എല്ലാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ഇവിടെ പ്ലാന്റ് ഫിക്സ് ചെയ്തത്. അതിനുശേഷം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയ എല്ലാ അനുമതികളും പൊല്യൂഷൻ കൺട്രോൾ, ഹെൽത്ത്, ഫയർ ആൻഡ് റെസ്ക്യൂ, പഞ്ചായത്ത്, അങ്ങനെ എല്ലാവിധ ലൈസൻസോടും കൂടിയാണ് ഈ പ്ലാന്റ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു വസ്തു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ബ്രോക്കർ വസ്തു കച്ചവടത്തിനുമായിട്ട് ബന്ധപ്പെട്ട് കമ്മീഷൻ വാങ്ങിക്കാനായിട്ട് എന്നെ സമീപിച്ചു. ആ കമ്മീഷൻ അയാൾക്ക് കിട്ടാത്തതിൻ്റെ വാശിയാണ് ഈ പ്ലാന്റിനെതിരെയുള്ള സകല പ്രവൃത്തികളും. അദ്ദേഹം നാട്ടിൽ പ്രായമുള്ള 80 വയസ്സിന് മുകളിലുള്ള ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്ലാന്റ് മൂലമാണ് മരണപ്പെട്ടതെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും ഒരു വെള്ള പേപ്പർ ഒപ്പിട്ട് മേടിച്ച് കൈവച്ചു. അതിനുശേഷം ഇദ്ദേഹം ഒരു പരാതി ആ വെള്ള പേപ്പറിൽ എഴുതി പോലീസിൽ കൊടുത്തു. പോലീസ് വന്നു എല്ലാം പരിശോധിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചിട്ട് അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു. ഇതെന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയാണ്? ഹോസ്പിറ്റലിൽ നിന്നും അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. വർഷങ്ങളായിട്ട് സുഖമില്ലായിരുന്ന ഒരു മനുഷ്യൻ വിവിധ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രായമായി സുഖമില്ലാതെ ആണ് മരണപ്പെട്ടത്. അപ്പം ഈ ബോഡി അടക്കുന്നതിന് അന്ന് ഈ ചെള്ളത്ത് പൊന്നെന്ന് വിളിക്കുന്ന ആൾ അന്ന് തടസ്സമുണ്ടാക്കി. പിന്നീട് ഈ പോലീസ് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടാണ് ശവം അടക്കാൻ സമ്മതിച്ചു. മരണപ്പെട്ട ആളുടെ ഭാര്യ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി കൊടുത്തതിന് ശേഷമാണ് ശവം അടക്കിയത്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുന്നുണ്ട്, എന്നെ നിർബന്ധിച്ച് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് മേടിക്കുമായിരുന്നു. വർഷങ്ങളായിട്ട് സുഖമില്ലാതിരുന്ന ആളിനെ ഈ പ്ലാന്റ് മൂലമാണ് മരണപ്പെട്ടതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നത്. ഏതായാലും അത് അവസാനിച്ചു. അങ്ങനെ ഇയാളെ ഏതവസരം കിട്ടിയാലും പാവം പിടിച്ച മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്ലാന്റ് അടപ്പിക്കാനുള്ള ശ്രമം അന്ന് മുതൽ നടക്കും. ഏകദേശം 10-12 കേസുകൾ വിവിധ കോടതികളിൽ കൊടുത്തു. എല്ലാ കേസുകളും തള്ളിപ്പോയി. പ്ലാന്റ് പ്രവർത്തിക്കുന്നതിന് അനുകൂലമായ ഹൈക്കോടതിയിൽ നിന്ന് വിധിയും സമ്പാദിച്ചതിന് ശേഷമാണ് ഈ പ്ലാന്റ് ലൈസൻസ് പുതുക്കി മേടിച്ചിരിക്കുന്നത്. ഇപ്പോൾ 5 വർഷത്തേക്ക് പ്ലാന്റിൻ്റെ എല്ലാവിധമായ ലൈസൻസും കിട്ടിയിട്ടുള്ളതാണ്. അനാവശ്യമായിട്ട് പാവം പിടിച്ച മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി ഈ പ്ലാന്റ് അടപ്പിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. ഇപ്പോൾ നിയമപരമായിട്ട് എല്ലാവിധ പേപ്പറോടും കൂടി ലൈസൻസ് കിട്ടിയതുകൊണ്ട് വേറെ ഒരു വഴിയും ഇല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഇതിനെപ്പറ്റി അറിവില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഭവനത്തിൽ വന്നും പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം വിദേശ രാജ്യത്ത് തൊഴിലാളികളെ സപ്ലൈ ചെയ്ത് ബ്രോക്കർ പണിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നാട്ടിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അമേരിക്കയിലുള്ള ഒരു ഡോക്ടറുടെ ഒക്കെ വേണ്ടി ഈ പരിസരത്തുള്ള സ്ഥലങ്ങൾ മുഴുവൻ കച്ചവടം ചെയ്ത് വളരെയധികം വില ഈടാക്കിക്കൊണ്ട് ഇയാൾ കമ്മീഷൻ അടിക്കുകയും ഈ വസ്തുക്കൾ ഈ ഡോക്ടർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം വളരെ ചുരുക്ക സമയങ്ങളിലേ ഉള്ളൂ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയ താൻ നിയമാനുസൃതമായി പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ തേടുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ പ്ലാന്റ് ഇരിക്കുന്ന കോയിപ്പുറം പഞ്ചായത്തിലാണ്. കോയിപ്പുറം പഞ്ചായത്തിൻ്റെ അനുമതി, പൊല്യൂഷൻ കൺട്രോളിൻ്റെ അനുമതി, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ അനുമതി, അങ്ങനെ എല്ലാവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും അനുമതി മേടിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. വ്യവസായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു വരുമ്പോൾ ഇതുപോലുള്ള വ്യക്തികൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുകയാണ്. ഇതിനെതിരെ ഗവൺമെൻറ് വളരെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം.
12 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്നത് ഞാനും കുടുംബം. എനിക്ക് 4 കൊച്ചു പിള്ളേർ, 5 വയസ്സിൽ താഴെയുള്ള 4 കൊച്ചു പിള്ളേർ ഇവിടെ താമസിക്കുന്നു. അവർക്ക് ആർക്കും ഇതുവരെ ഇതുകൊണ്ട് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. ഇതിൻ്റെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുമ്പോൾ 1 കിലോ ടാർ പോലും കത്തുകയോ അത് പരിസര മലിനീകരണം ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇതെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അന്വേഷണം നടത്തി ടെസ്റ്റുകളും നടത്തി അതിൻ്റെ റിസൾട്ടുകളെല്ലാം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ, വ്യവസായങ്ങൾ നിർത്തലാക്കാൻ പണം ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രവർത്തിക്കുന്ന ഇവരെ ഒറ്റപ്പെടുത്തുകയും ഇവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിന് ഗവൺമെൻറ് മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.